മക്കളെ, ശ്രീഭാമ മിസ് ആണ്. NMMS എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചാലോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പോസിറ്റീവ് ചാർജ് അയൺ എന്താണ് അറിയപ്പെടുന്നത്? പോസിറ്റീവ് ചാർജ് അയൺ ഇസ് നോൺ ആസ് ആനിയോൺ, കാറ്റയോൺ, പ്രോട്ടോൺ, പോസിട്രോൺ ആണ്. ആൻസർ വരുന്നത് കാറ്റയോൺ ആണ്. അപ്പൊ നമുക്കറിയാം രണ്ട് രീതിയിലാണ് അയോൺസുകൾ ഉള്ളത്, ആനിയോൺ ഉണ്ട്, കാറ്റയോൺ ഉണ്ട്. ഇത് ആലോചിക്കാൻ സിമ്പിൾ ആയിട്ട് ട്രിക്ക് കൂടെ മിസ് പറഞ്ഞുതരാം. കാറ്റയോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാറ്റിനെ ആലോചിക്കുക. കാറ്റ വരുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഭയങ്കര സന്തോഷമാണ് അല്ലേ. സോ പോസിറ്റീവ് ചാർജ് ഉള്ള ആളിനെ നമ്മൾ കാറ്റയോൺ എന്ന് പറയാം, കാറ്റിനെ ആലോചിക്കാം. ഇനി ആന എന്ന് പറയുമ്പോൾ വലിയൊരു സാധനമാണ്, നമുക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് ആന അല്ലേ. അപ്പൊ ആന പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ നെഗറ്റീവ് ആണ്, ഒരു പേടിയാണെന്ന് ആലോചിക്കുക. സോ ആനോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകളെയാണ് നമ്മൾ ആനയോൺ എന്ന് പറയുക. അത് രണ്ടും പഠിച്ചേക്കുക, സിമ്പിൾ ആയിട്ട് പഠിക്കാം. അടുത്തത് NB എന്നൊരു ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? വിച്ച് എലമെന്റ് ഡസ് NB സിംബലൈസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൽ ആൻസർ വരുന്നത് നിയോബിയം ആണ്. അത് നമ്മൾ റെപ്രസെന്റേറ്റീവ് ക്യാപിറ്റൽ N സ്മോൾ b എന്നുള്ള രീതിയിലാണ് നിയോബിയം പറയുന്നത് കേട്ടോ. അപ്പൊ അതും നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ: എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏത്? അല്ല, മൂലകമല്ല, സോറി, ലോഹം ഏത് അല്ലെ? ദ മെറ്റൽ വിച്ച് ഈസ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോൺ ആൻഡ് ടീത്ത് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വരുന്നത് കാൽഷ്യം ആണ്. അപ്പൊ നമ്മുടെ എല്ലും പല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിലാണ് കാൽഷ്യം റിച്ച് ഫുഡുകളെ നമ്മൾ കഴിക്കണമെന്ന് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള ലോഹം ഏത്? വിച്ച് മെറ്റൽ, അല്ലെങ്കിൽ ഏത് മെറ്റൽ ആണ് ഹീമോഗ്ലോബിനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ചോദിച്ചാൽ സിലിക്കൺ ആണോ, ഇരുമ്പാണോ, മെഗ്നീഷ്യം ആണോ, സോഡിയം ചോദിച്ചാൽ ആൻസർ വരുന്നത് അയേൺ ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഹീമോഗ്ലോബിൻ അറിയുന്നുണ്ടാവും. രക്തത്തിന് നല്ല ചുവന്ന കളർ വരാനുള്ള റീസൺ എന്താ മക്കളെ? നമ്മുടെ ബോഡിയിൽ ഈ രക്തത്തിനകത്ത് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടല്ലേ. ആ ഹീമോഗ്ലോബിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചാൽ അതൊരു കോമ്പൗണ്ട് ആണ്, അയേണും പ്രോട്ടീനും. ഐപ്പോ എന്ന് പഠിച്ചേക്കാം. ഐപ്പോ ദാറ്റ് മീൻസ് അയേണും പ്രോട്ടീനും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ആര്? ഹീമോഗ്ലോബിൻ. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പൊ കംപ്ലീറ്റ് നമ്മുടെ ബോഡിക്ക് വേണ്ട ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിനെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സോ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.